നമുക്കിന്ന് ഒരു കൊല കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ശർക്കര വരട്ടി ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആദ്യം നമുക്ക് ഈ കായകളൊക്കെ ഒന്ന് കൊലയിൽ നിന്ന് മുറിച്ചിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ കൊലയുടെ കായൊക്കെ വേറുപെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തോലൊക്കെ കളയാം. ഇതങ്ങ് കളയാം. ഈ കായൊക്കെ തോല് കളഞ്ഞിട്ട് വെറുതെ വെച്ചാൽ അതൊക്കെ നല്ലപോലെ കറുത്തു പോകും. അതുകൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അതിനാണ് ഈ ഐഡിയ. ഇനി നമുക്ക് ഈ കായയുടെ രണ്ട് മൂല അങ്ങോട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഒരു 3-4 വര വരയ്ക്കുക. എന്നിട്ട് നമുക്കിതിനെ കണ്ടില്ലേ, ഇപ്പം നല്ല സൂപ്പറായിട്ട് തൊലി വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ തോലൊന്നും കളയണ്ടട്ട മക്കളെ, നല്ല അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും. എല്ലാം നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു കൊലയും തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുറച്ച് തൊലി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാനാണ്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒപ്പം കീറിയെടുക്കുക. എന്നിട്ട് ഇതാ ഈ വണ്ണത്തിൽ മുറിക്കുക. ഒരു 1/2 ഇഞ്ച് വണ്ണത്തിലാണ് മുറിക്കുക കേട്ടോ. ഇതാ ഈ കട്ടിയാണ് വേണ്ടത് കേട്ടോ. ഇത് കണ്ടില്ലേ. ഇത് കണ്ടില്ലേ മക്കളെ, എല്ലാം അത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു 2 വട്ടം കൂടി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ആ കറയൊക്കെ അങ്ങ് പോയിക്കോളും. നമുക്കിത് നന്നായിട്ട് ഇത് കഴുകി ഇതിലേക്ക് വാരിയിട്ട് കൊടുക്കാം. അങ്ങനെ 4ാമത്തെ വട്ടവും കഴുകിയെടുക്കുകയാണ്. ഇനി വെള്ളത്തിലൊന്നും ഇടുന്നില്ല, വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വാർന്ന് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ വാഴയ്ക്ക തോല് കളയലും അരിയലും കഴുകലും കഴിഞ്ഞു. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പൊരിക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. നമുക്കിനി ഇത് കത്തിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ മക്കളെ, നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മീഡിയം ലെവലിൽ തീ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ കായയുടെ മേൽഭാഗമൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അടിഭാഗം മാത്രമേ ഇനി വേകണ്ടിയുള്ളൂ. ഇത് കണ്ടില്ലേ, ചിലാന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ കായ നല്ല മൂത്തതായത് കൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കുന്നത് കേട്ടോ.
മൂപ്പ് കുറഞ്ഞ കായ ഇത്ര തന്നെ ഇതാവില്ല. ഇനിയിപ്പോൾ അടിയും കൂടി വെന്ത് കഴിഞ്ഞാൽ നല്ല ഈ പാഴ്സരത്തിൻ്റെ സൗണ്ട് പോലെ ക്ലിക്ക് ക്ലിക്കെന്ന് കേൾക്കും. ഇച്ചിരി കൂടി അടി വെന്തോട്ടെ. ഇത് കണ്ടില്ലേ ചിലി ചിലെന്നുള്ള സൗണ്ട്, നല്ല കട്ടിയായിട്ടുണ്ടാവും ഇപ്പോട്ടാ. നമുക്കിനി കോരിയെടുക്കാം. ഇതാ കണ്ടില്ലേ എന്താ ചിലി ചിലെന്നുള്ള ഒരു സൗണ്ട്, ആ കേൾക്കാൻ തന്നെ ഒരു രസമല്ലേ. കണ്ടില്ലേ, അങ്ങനെ എല്ലാതും നമ്മൾ പൊരിച്ച് കഴിഞ്ഞ് ലാസ്റ്റുള്ളതും കൂടി പൊരിച്ചെടുത്തു. ഇനി നമുക്കിതിനെ അടിപൊളി ചക്കര വരട്ടിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കൊട്ടിക്കൊടുക്കാം. അതിൽ നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടിട്ടോ മക്കളെ. ഇതിപ്പോൾ ഞാൻ വേറെ പാത്രത്തിൽ ഉരുക്കണത് എന്തിനാ വെച്ചാൽ ഇത് തരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ കല്ല് പൊടി ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അരച്ച് ഒഴിക്കുക. എന്ത് ചണ്ടിയായതിൽ നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ എടുക്കേണ്ടത് ഒരു വലുപ്പമുള്ളതും ഒന്ന് വീതിയുള്ള പാത്രമായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇളക്കി കൊടുക്കാൻ നല്ല സുഖം ഉണ്ടാവും. ചെറിയ പാത്രമാണെങ്കിൽ ഇളക്കാനും ബുദ്ധിമുട്ടാവും, പകുതി നിലത്തും പോവും. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ ഇത് കണ്ടില്ലേ ഉരുകി റെഡി ആയിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്തി കൊടുക്കാം. ആദ്യം നമുക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി പറഞ്ഞാൽ ചെറിയ ജീരകപ്പൊടി ഇട്ടാ. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതൊരു ചെറിയ എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഇട്ടാ. സ്പൂണ് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി ഇളകി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്, നല്ല ചൂടും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ച കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ പാടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ശർക്കര ആവണം കേട്ടോ. ഇത് ഇളക്കുമ്പോൾ ചെറിയ ലെവലിൽ തീ വെച്ചാൽ മതിയേ. ഇതിപ്പോൾ ശർക്കര എല്ലാ കഷ്ണങ്ങളിലും പിടിച്ച് ഇനി നമുക്കിതിൽ കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചുക്കുപൊടിയും എല്ലാ കഷ്ണത്തിലും പടേണ്ട രീതിയിൽ ഇളക്കാം. ചൂടില്ല പാത്രം. അപ്പോൾ നമ്മൾ ചുക്കുപൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളിലും ചുക്കുപൊടി, ഏലക്കപ്പൊടി, ജീരകപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിപ്പൊടിയും കൂടി മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ശർക്കര വരട്ടി അരിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒന്ന് കട്ടയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം.
അങ്ങനെ ചക്കര വരട്ടി ഉണ്ടാക്കാൻ ഇത്ര പണിയേ ഉള്ളൂ. ഇത് എല്ലാവരും ഉണ്ടാക്കണം. 1 കിലോ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് താഴത്തുണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കണം, നോക്കണം. പിന്നെ ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഓണമൊക്കെ അല്ലേ, ഓണത്തിന് എല്ലാവർക്കും ചക്കര വരട്ടി കായ വറുത്തതൊക്കെ മെയിനാണ്. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.